നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭയം, ഭക്തി, ബഹുമാനം ഓൾറെഡി നമ്മൾ റിവ്യൂ ചെയ്തതാണ്. ഫസ്റ്റ് ഹാഫും ചെയ്തു, സെക്കൻഡ് ഹാഫ് റിവ്യൂ ചെയ്തു. ഈ റിവ്യൂസിന്റെ താഴെ വന്നിട്ട് ചില കമന്റുകൾ ഇടുന്ന കമന്റ് കാണുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണ് പിന്നെ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റുന്നത്? ഒരു നല്ല സിനിമയെ ആരെങ്കിലും വന്നിട്ട് മോശം റിവ്യൂ പറയുമോ? ഞാൻ പൈസ കൊടുത്ത് കണ്ടിട്ട് എൻ്റെ വ്യൂ പോയിന്റിൽ എന്താണോ തോന്നിയത്, ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത്. അതിനകത്ത് വന്നിട്ട് ചില നടൻ്റെ ഫാൻസുകാർ വന്നിട്ട് അങ്ങ് കുഴഞ്ഞു മറിയുക. ഞാൻ ഈ റിവ്യൂ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇന്നത്തെ പബ്ലിക് റെസ്പോൺസ് റിയാക്ഷനും കൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒന്ന് വെക്കുകയാണ്. കാരണം എൻ്റെ അഭിപ്രായം മാത്രമല്ലോ, സിനിമ കാണുന്ന ഒരുപാട് ആളുകളുടെ അഭിപ്രായങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയ നോക്കിയാൽ നമുക്ക് കാണാം അല്ലേ. ദിലീപിനെ നായകനാക്കി ധൻജയ് ശങ്കറാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നത് നൂറിൻ ഷെരീഫും ഫാഹിം സാഫറുമാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാനാണ്. പ്രൊഡ്യൂസർ നമ്മുടെ ഗോകുലം ഗോപാലൻ. പൈസ വാരി എറിഞ്ഞിട്ടുണ്ട്. വലിയൊരു താരനിര ഈ സിനിമയ്ക്കകത്ത് എത്തുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസനുണ്ട്, വിനീത് ശ്രീനിവാസനുണ്ട്. അതുപോലെ തന്നെ ദിലീപിനെ കൂടാതെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും ഏറ്റവും കൂടുതൽ ഈ സിനിമയ്ക്ക് ഹൈപ്പ് കൊടുത്തതും ഇതിനകത്ത് ക്യാമിയോ റോളിൽ ലാലേട്ടൻ എത്തുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ രണ്ട് റിവ്യൂവിലും ലാലേട്ടൻ്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ടൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും ഞാൻ പരാമർശിച്ചില്ല. ഓജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ലാലേട്ടൻ ഇതിനകത്ത് എത്തുന്നത്. മുടിയൊക്കെ ഇങ്ങനെ ബാക്കിലോട്ട് വളർത്തി, പിന്നെ മീശയൊക്കെ പിരിച്ചങ്ങോട്ട് വെച്ചിട്ട് പുള്ളിയുടെ പഴയ സിനിമകളിലെ കുറേ റെഫറൻസ് ആണ് ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. കാരണം ഈ സിനിമയ്ക്കകത്ത് പുള്ളിക്ക് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. കാരണം ഈ സിനിമയിൽ ലാലേട്ടൻ്റെ ഒരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ് ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് സാധാരണ ഒരു ഓഡിയൻസിന് തോന്നുന്നത്. പുള്ളിയുടെ മീശ പിരിക്കൽ, പുള്ളിയുടെ ആ മുണ്ട് മടക്കി കുത്തുന്ന ആ ഒരു സംഭവം ഒക്കെയാണ് ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. പിന്നെ ഒരു ഓളത്തിന് ഒരു പാട്ടും. സത്യത്തിൽ എന്തൊക്കെയാണോ ഇതിനകത്ത് സെക്കൻഡ് ഹാഫിൽ കാണിച്ചു കൂട്ടിയെന്നുള്ളത് ആ പടം കണ്ടിറങ്ങുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലാണ് സിനിമ ചെയ്തിരിക്കുന്നത്. കോമഡിക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കുറേ വട്ടന്മാരുടെ കഥയാണ് ഇതിനകത്ത് പറയുന്നത്. സിനിമ കണ്ടിട്ട് അവസാനം വട്ടായിട്ടാണ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പം ലാലേട്ടൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ദിലീപിൻ്റെ ക്യാരക്ടറും. ദിലീപ് വട്ടാശുപത്രിയിൽ നിന്ന് ചാടിക്കഴിഞ്ഞിട്ട് വലിയൊരു ടീമുമായിട്ടാണല്ലോ ഫൈറ്റ് ചെയ്യേണ്ടത്. അപ്പം അതിന് പറ്റിയിട്ടുള്ള ഒരു ഗ്യാങ്സ്റ്ററാണ് ഈ സിനിമയ്ക്കകത്ത് ലാലേട്ടൻ്റെ ഒരു ക്യാരക്ടർ കാണിക്കുന്നത്. ആ ക്യാരക്ടർ കാണിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ഇതിൻ്റെ കഥ പറയാൻ വേണ്ടി സെക്കൻഡ് ഹാഫിൽ എടുക്കുന്ന ആ ഒരു സമയം വലിച്ച് നീട്ടി ഇങ്ങനെ അങ്ങ് കൊണ്ടുപോയി ഇത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടങ്ങോട്ട് എത്തിക്കണ്ടേ, എത്തിച്ചിതൊന്ന് തീർക്കണം എന്ന് വിചാരിച്ചിട്ട് അവർ കാണിക്കുന്ന ചില പരിപാടികൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ലാലേട്ടൻ ഒരൊറ്റ പോക്കങ്ങ് പോവുക. കാരണം ലാലേട്ടൻ്റെ കൂടെ നിൽക്കുന്ന അത്രയും വലിയ ഒരു ഗ്യാങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് പുള്ളിക്കാരൻ കരഞ്ഞു പറഞ്ഞിട്ട് ലെറ്റർ എഴുതി വെച്ചിട്ട് അങ്ങ് പോവുക. പിന്നെ നമ്മുടെ കഥാനായകനായിട്ടുള്ള നമ്മുടെ ദിലീപിൻ്റെ രംഗപ്രവേശം. കാരണം ഈ വലിയ ആളുകളുമായിട്ടാണല്ലോ ഇത് ഫൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് നേരെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് പറ്റത്തില്ല. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കിഡ്നാപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സിനിമയുടെ ഒരു ഇതിവൃത്തം. സ്പോയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. അത്രയും വലിയ സംഭവങ്ങളൊന്നും ഈ സിനിമയ്ക്കകത്തില്ല. വലിയ സസ്പെൻസ് നിലനിർത്തുന്ന അങ്ങനെയുള്ള ഒരു സാധനമില്ല. ഒരു നോർമലി ഒരു സിനിമയാണ്. ഇതൊരു ഫെസ്റ്റിവൽ സിനിമയായിട്ട് കുറച്ച് ഓളത്തിൽ വന്നിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ ഇതിൻ്റെ കഥയ്ക്കും തിരക്കഥയിലുള്ള ഒരു പോരായ്മയാണ് ഈ പടത്തിൻ്റെ ഒരു ഇത് നെഗറ്റീവായിട്ട് എനിക്ക് സത്യത്തിൽ ഇത് തോന്നിയിരിക്കുന്നത്. അപ്പം ഈ ഒരു സമയത്ത് പെട്ടെന്ന് വീണ്ടും നമ്മുടെ ലാലേട്ടൻ ഓജി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, തൃശ്ശൂർ പൂരത്തിന് പടക്കം പൊട്ടുന്നത് പോലെ തന്നെ അങ്ങോട്ട് പറ അങ്ങോട്ട് പൊട്ടലും തെറിക്കലും ഒക്കെ തന്നെയാണ്. അത് മിലിറ്ററി ആയിട്ടും പോലീസുമായിട്ടൊക്കെ വല്ലാത്തൊരു ഫൈറ്റ്. എൻ്റെ പൊന്നെ, അവസാനത്തെ ഒരു ക്ലൈമാക്സിൽ വരുന്ന ഒരു എന്താ പറയുക, ഒരു ക്യാമിയോ വേറെയും കൂടെ കാണിക്കുന്നുണ്ട്. അതും ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആയി. ഇതിനകത്ത് സെന്തിൽ, അതുപോലെ തന്നെ നമ്മുടെ അശോകൻ, അങ്ങനെ കുറേ ക്യാരക്ടറുണ്ട്. വെറുപ്പീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ വെറുപ്പീര്. അത് ആ ക്യാരക്ടറെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇതിനകത്ത് അത്യാവശ്യം കുറച്ച് നീറ്റായിട്ട് എനിക്ക് തോന്നിയ രണ്ട് ക്യാരക്ടർ എന്ന് പറയുന്നത്, ഒന്ന് വിനീത് ശ്രീനിവാസൻ്റെതും ഒന്ന് ധ്യാൻ ശ്രീനിവാസൻ്റെതും. ധ്യാൻ നല്ല രീതിയിൽ ചെയ്തു. സാധാരണ ധ്യാനാണ് എല്ലാത്തിലും വെറുപ്പിക്കുന്നത്. ധ്യാൻ ഒരു പത്രപ്രവർത്തകനായിട്ട് ഇതിനകത്ത് കാണിക്കുന്നു. കിട്ടിലിനായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ വിനീത് ശ്രീനിവാസൻ, മുഖ്യമന്ത്രിയുടെ മകൻ, മുഖ്യമന്ത്രിയായിട്ട് ബൈജു ആണ് ഇതിനകത്ത് വരുന്നത്. എന്താണെങ്കിലും സിനിമ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അവിയൽ പരുവത്തിലാണ് ഈ സിനിമ. പക്ഷെ ഇപ്പോൾ വന്നിട്ട് സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഓരോരുത്തർ വന്നിട്ട് തള്ളി മറിക്കുന്ന കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞിട്ടുള്ളൂ മലയാളികളുടെ സിനിമ നിലവാരം എത്രത്തോളം പോയി എന്ന് നമ്മൾ നോക്കണം. ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഞാൻ അഭിപ്രായം പറയുമ്പോൾ എൻ്റെ താഴെ വന്നിട്ട് അതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റ് ഇടുന്നവർക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. നിങ്ങൾ പബ്ലിക് റെസ്പോൺസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, മിക്സ്ഡ് ആയിട്ടുള്ള അഭിപ്രായം തന്നെ. പലർക്കും പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഫാൻസുകാർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ പടം ഇഷ്ടപ്പെട്ടേക്കാം. കാരണം ഫാൻസുകാർക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. വിജയ് ഫാൻസിനെ സൂചിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്, ലാലേട്ടൻ ഫാൻസുകാരെ സൂചിപ്പിക്കുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ ഫാൻസുകാരെ സൂചിപ്പിച്ചത് കൊണ്ട് മാത്രം ഒരു സിനിമ വിജയിക്കണമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയാൻ പറ്റത്തുള്ളൂ. നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാകണം, അതിൻ്റെ ബാക്കി വശങ്ങളെല്ലാം നന്നായിരിക്കണം.
അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വന്നെങ്കിൽ മാത്രമേ ഒരു സിനിമ വിജയിക്കത്തുള്ളൂ. ഇതിനകത്ത് സിനിമയായിട്ട് മാത്രമാണ് നമ്മൾ കാണുന്നത്. ദിലീപിന് ഇതിനകത്ത് മറ്റൊരു രീതിയിൽ ആരും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം ദിലീപിൻ്റെ ഇതിന് തൊട്ട് മുമ്പ് വന്നിട്ടുള്ള ഒരു സിനിമ ഉണ്ട്. ആ സിനിമ ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കോമഡി വർക്കായിട്ടുള്ളൊരു പടമായിരുന്നു. അതിനെക്കുറിച്ചിട്ട് നല്ല പോസിറ്റീവ് റിവ്യൂ നമ്മൾ കൊടുത്തതാണ്. അപ്പം എല്ലാ സിനിമകളും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മുടെ കാഴ്ചപ്പാടല്ലേ നമ്മൾ ഈ പറയുന്നത്. അതുകൊണ്ട് കരഞ്ഞു മെഴുകുന്നവരവിടെ കിടന്ന് കരഞ്ഞു മെഴുകുക. സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരെ ഏറ്റെടുക്കും, സിനിമ വിജയിക്കും, ഒരു കുഴപ്പമില്ല, നന്നായിട്ട് വരട്ടെ. അപ്പോൾ ഇതാണ് ഇവർക്കുള്ള എൻ്റെ ഒരു മറുപടി. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ ഒന്നും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കുക. വീണ്ടും കാണാം. ബൈ.